ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യറാണ് ഇപ്പോൾ വാർത്തകളിലെ താരം. അതുകൊണ്ട് തന്നെ പാർട്ടി ഭാരവാഹിത്വത്തിൽ കൂടിയിരുത്തി ആ അനുകൂല ഘടകം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമം. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സന്ദീപ് വാര്യരെ നിയമിക്കാൻ ധാരണയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സംസ്ഥാന നേതൃത്വവുമായി ആശയവിനിമയം നടത്താതെ നേരിട്ട് ഹൈക്കമാൻഡുമായാണ് സന്ദീപ് വാര്യരുടെ ചർച്ചകൾ മുഴുവൻ. ഡൽഹിയിൽ നേരിട്ടെത്തി എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറിയുമായി സന്ദീപ് ചർച്ച നടത്തി. കേരളത്തിന്റെ ചുമതലയുള്ള ദീപ്ദാസ് മുൻഷിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാനുള്ള ശ്രമത്തിലാണ് സന്ദീപ്. ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവും ഡൽഹിയിലെത്തുന്നുണ്ട്. കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് സന്ദീപിന് ഉറപ്പുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാതെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ഉറപ്പുകൾ നേടിയെടുക്കാനാണ് സന്ദീപിന്റെ ശ്രമം. ഇതിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പിന്തുണയുമുണ്ട്. കേരളത്തിൽ ഇത്തരമൊരു ചർച്ച നടന്നാൽ സ്ഥാനമോഹികളുടെ എതിർപ്പ് സ്വാഭാവികമായും ഉയരും. മറിച്ച് ഹൈക്കമാൻഡ് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് ഒഴിവാക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെയും കണക്കുകൂട്ടൽ. ബി.ജെ.പിയിൽ നിന്ന് എത്തിയതു മുതൽ സന്ദീപിനെ കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി വേദികളിൽ സന്ദീപിനെ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സജീവമായി പ്രവർത്തിക്കാൻ പദവി അനിവാര്യമെന്നാണ് സന്ദീപ് പറയുന്നത്. കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സന്ദീപിന്റെ കാര്യത്തിൽ അതുവരെ കാത്തുനിൽക്കില്ല. താഴെത്തട്ട് മുതലുള്ള പുനഃസംഘടന പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് അത്. ഇന്നറിയ ന്യൂസ് കേരള, കണ്ണൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.